ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാനിച്ചിരിക്കെ ഇനി സീസൺ 7 ആരംഭിക്കാൻ മാസങ്ങളേറെയുണ്ടെങ്കിലും ആരായിരിക്കും അവതാരകൻ, ആരൊക്കെയാകും മത്സരാർത്ഥികളായി എത്തുക എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലെങ്ങും. സീരിയൽ, സിനിമാ താരങ്ങൾ മുതൽ വിവിധ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ വരെ മുന്നത്തെ പോലെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മുൻപ് ബിഗ് ബോസ് റിവ്യൂ ചെയ്തിരുന്ന ഓൺലൈൻ ചാനലുകളൊന്നും ഇപ്പോൾ അത്ര സജീവമല്ല എങ്കിലും ചില ചാനലുകളിൽ ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വന്നു കഴിഞ്ഞു. അവതാരക സ്ഥാനത്ത് നിന്നും മോഹൻലാൽ മാറുമോ എന്ന ചർച്ചകളാണ് കൂടുതലും. വിജയകരമായ 6 സീസണുകൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് ഷോ 7ാം സീസണിലേക്ക് കടക്കാനൊരുങ്ങുന്നത്. 6ാം സീസണിൽ നിരവധി വിവാദങ്ങളും വിമർശനങ്ങളും ഉണ്ടായെങ്കിലും അതൊക്കെ ഷോയുടെ റീച്ച് കൂട്ടാൻ സഹായിക്കുകയാണ് ചെയ്തത്. പ്രേക്ഷകരുടെ വർധനയിൽ റെക്കോർഡ് നേട്ടം കൈവരിക്കാനും സീസൺ 6-നായിരുന്നു. മറ്റു പല ഭാഷകളിൽ ആരംഭിച്ച ലോക പ്രശസ്ത ബിഗ് ബോസ് ഷോ വളരെ വൈകിയാണ് മലയാളത്തിലേക്ക് വരുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചാനലിൽ സംപ്രേഷണം ചെയ്ത മലയാളി ഹൗസ് എന്ന റിയാലിറ്റി ഷോ സൃഷ്ടിച്ച നെഗറ്റീവ് ഇമ്പാക്റ്റ് മലയാളികളുടെ മനസ്സിൽ കിടക്കുമ്പോഴാണ് ബിഗ് ബോസ് ഷോ മലയാളത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ നെറ്റിച്ചുളിച്ച പ്രേക്ഷകർ പിന്നീട് ഷോ ആസ്വദിക്കാൻ തുടങ്ങി. മത്സരാർത്ഥികളുടെ പ്രകടനവും ഒപ്പം മോഹൻലാൽ എന്ന അവതാരകനുമായിരുന്നു ബിഗ് ബോസ് മലയാളികൾക്ക് പ്രിയങ്കരമായതിനു പിന്നിലെ പ്രധാന കാരണം. സൽമാൻ ഖാന്റെയും കമലഹാസന്റെയും അഗ്രസീവ് ശൈലി ലാൽ പുറത്തെടുക്കുന്നില്ലെന്ന ആക്ഷേപമുണ്ടായെങ്കിലും തന്റേതായ സ്റ്റൈലിലൂടെ കുടുംബ പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ മോഹൻലാലിനായി. 6ാം സീസണിന്റെ തുടക്കത്തിലും മോഹൻലാൽ ഷോയിൽ നിന്ന് മാറുമോ എന്ന ചർച്ചകൾ ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി അടക്കമുള്ളവരുടെ പേരുകളായിരുന്നു അന്ന് പറഞ്ഞു കേട്ടത്. എന്നാൽ മോഹൻലാൽ തന്നെ സീസൺ 6-ലും അവതാരകനായി എത്തി. എന്നാൽ ഇപ്പോൾ സീസൺ 6-ൽ ഉയർന്ന ചില വിവാദങ്ങളുടെയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അമ്മ സംഘടനയിലെ വിഷയങ്ങളും കാരണം ലാൽ ഷോയിലേക്ക് എത്തിയേക്കില്ല എന്ന തരത്തിലാണ് ചർച്ചകൾ പോകുന്നത്. കൂടാതെ എമ്പുരാൻ ഉൾപ്പെടെ മോഹൻലാൽ കമ്മിറ്റ് ചെയ്ത ധാരാളം ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് തിരക്കും ഒരു കാരണമായി പറയുന്നു. അതുകൊണ്ട് തന്നെ മോഹൻലാൽ മാറുകയാണെങ്കിൽ പകരം ആര് എന്നതാണ് ചർച്ചാ വിഷയം. പ്രേക്ഷകരെ പിടിച്ചു നിർത്തുന്നതിൽ വീക്കെൻഡിലെത്തുന്ന അവതാരകന് പ്രത്യേക കഴിവ് വേണം. അങ്ങനെ തിരക്കുകൾ ചൂണ്ടിക്കാട്ടി മോഹൻലാൽ ഷോയിൽ നിന്ന് ഒഴിയുകയാണെങ്കിൽ പൃഥ്വിരാജിനാണ് ചിലർ സാധ്യത പറയുന്നത്. നേരത്തെ മോഹൻലാലിന് പകരമായി മമത മോഹൻദാസിനെയും പരിഗണിച്ചിരുന്നുവെന്നാണ് ഷോയുമായി അടുത്തു നിൽക്കുന്ന ചില യൂട്യൂബ് ചാനലുകൾ അവകാശപ്പെട്ടത്. ഒരു കാര്യം ഉറപ്പാണ്, മോഹൻലാലിനെ കൈവിടാതിരിക്കാൻ ബിഗ് ബോസ് അധികൃതർ മാക്സിമം ശ്രമിക്കുമെന്നതിൽ സംശയം വേണ്ട. അദ്ദേഹം ഹോസ്റ്റായിട്ട് തുടരുമെന്നു തന്നെയാണ് പ്രതീക്ഷ. ഏതായാലും സീസൺ 7-നെക്കുറിച്ചുള്ള സ്ഥിരം നിരൂപകരുടെ പ്രഡിക്ഷൻ ലിസ്റ്റൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതേസമയം തമിഴിലെ പുതിയ സീസണിൽ കമലഹാസന് പകരം വിജയ് സേതുപതിയാണ് ഷോ കൊണ്ടുപോകുന്നത്. കന്നഡ അവതാരകൻ കിച്ച സുദീപും ഈ ഷോയോടുകൂടി ബിഗ് ബോസ് വിടുമെന്നും അറിയിച്ചിട്ടുണ്ട്. സീസൺ 11 നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു സുദീപിന്റെ പ്രഖ്യാപനം. ബിഗ് ബോസിൽ ഇത് തന്റെ അവസാന സീസൺ ആയിരിക്കുമെന്നാണ് സുദീപ് അറിയിച്ചത്. സീസൺ ആരംഭിച്ച് 2 ആഴ്ചകൾ മാത്രം ആയിരിക്കെ താരത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രഖ്യാപനം വേറിട്ട വ്യാഖ്യാനങ്ങൾക്കും വഴിവെച്ചു. ഇതേക്കുറിച്ച് പല വിലയിരുത്തലുകളും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും മറ്റും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഷോ സംപ്രേഷണം ചെയ്യുന്ന കളേഴ്സ് കന്നഡ ചാനലുമായുള്ള പ്രശ്നം മൂലമാണ് ഒഴിവാകുന്നതെന്നായിരുന്നു ഒരു വിലയിരുത്തൽ. പ്രചരിക്കുന്ന ഊഹാപോഹങ്ങളെല്ലാം തെറ്റാണെന്നും താനും ചാനലുമായി ഊഷ്മളമായ ബന്ധമാണ് ഉള്ളതെന്നും കിച്ച സുദീപ് പറഞ്ഞിരുന്നു. എക്സിലൂടെയായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്.